ഡിസംബർ 1 മുതൽ ഫാസ്ടാഗ് നിർബന്ധമാക്കുകയാണ്. എന്താണ് ഫാസ്ടാഗ്? എവിടെ നിന്നാണ് ഫാസ്ടാഗ് ലഭിക്കുന്നത്? എത്ര നാൾ നമുക്ക് ഫാസ്ടാഗ് ഉപയോഗിക്കാൻ സാധിക്കും? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായും കാണുക. അതുപോലെ ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ വീഡിയോ കാണുന്നത് എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. നാഷണൽ ഇലക്ട്രോണിക് ടോൾ കളക്ഷൻ എന്നാണ് ഫാസ്ടാഗ് അറിയപ്പെടുന്നത്. നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അതായത് NPCAയും അതുപോലെ തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ കീഴിലുള്ള ഇന്ത്യൻ ഹൈവേസ് മാനേജ്മെൻറ്റ് കമ്പനി ലിമിറ്റഡുമായി സഹകരിച്ചാണ് ഫാസ്ടാഗ് രൂപീകരിച്ചിട്ടുള്ളത്. ഇലക്ട്രോണിക്കലി ടോൾ പേയ്മെൻറ്റ്സ് ഡിഡക്റ്റ് ചെയ്യുക എന്നതാണ് ഫാസ്ടാഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് ക്യൂ നിൽക്കുകയും ക്യാഷ് ക്യാരി ചെയ്യുകയും വേണ്ട എന്നർത്ഥം. നമ്മളൊരു ടോൾ പ്ലാസ വഴി കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഫാസ്ടാഗ് റീഡർ ഉപയോഗിച്ച് നമ്മുടെ ഫാസ്ടാഗിലെ യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ റീഡ് ചെയ്യുകയും നമ്മുടെ ടോൾ പേയ്മെൻറ്റ് ഓട്ടോമാറ്റിക്കലി ഡിഡക്റ്റ് ചെയ്യുകയുമാണ് ഇതുവഴി നടക്കുന്നത്. ഫാസ്ടാഗിൽ നമുക്ക് ഒരു യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ നൽകിയിട്ടുണ്ടാകും. ഇതിൽ നമ്മുടെ വണ്ടിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിലും അടങ്ങിയിട്ടും ഉണ്ടാകും. ഫാസ്ടാഗ് വഴി പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ പേയ്മെൻറ്റ് നടക്കുക മാത്രമല്ല, നമ്മുടെ വണ്ടിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിലും അവിടെ രേഖപ്പെടുത്തുക കൂടിയാണ് ചെയ്യുന്നത്. ഇതുമൂലം നമുക്ക് ഒത്തിരി സമയം ലാഭിക്കാൻ വേണ്ടി സാധിക്കും. ഫാസ്ടാഗ് റീഡ് ചെയ്യുമ്പോൾ വൺ സൈഡ് പേയ്മെൻ്റ് ആണ് ഡിഡക്റ്റ് ആയി പോകുന്നത്. 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ വീണ്ടും അതുവഴി പാസ് ചെയ്യുകയാണെങ്കിൽ, ആ ടോൾ ബൂത്ത് വഴി പാസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിട്ടേൺ എമൗണ്ട് എത്രയാണോ അത്ര മാത്രമേ ഡിഡക്റ്റ് ചെയ്യുകയുള്ളൂ. ഫാസ്ടാഗ് വഴി നമുക്ക് പേയ്മെൻറ്റ് പോകുമ്പോൾ SMS അലേർട്ടും ഇമെയിൽ അലേർട്ടും ലഭിക്കുന്നതായിരിക്കും. അതുവഴി നമുക്ക് എത്ര പേയ്മെൻറ്റ് കട്ടായി, അതുപോലെ തന്നെ നിലവിൽ എത്ര ബാലൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി സാധിക്കും. എവിടെ നിന്നാണ് നമുക്ക് ഫാസ്ടാഗ് ലഭിക്കുന്നത്? നിലവിൽ 22 ബാങ്കുകളുമായി ഇത് ടൈപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ട് എവിടെയാണോ, ഏത് ബാങ്കിലാണോ നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ട് അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ട് ഉള്ളത്, ആ ബാങ്കിൽ നിന്നും നിങ്ങൾക്ക് ഡയറക്റ്റായി തന്നെ നിങ്ങൾക്ക് ഫാസ്ടാഗ് അപ്ലൈ ചെയ്യാവുന്നതാണ്. അവരുടെ വെബ്സൈറ്റിൽ അതിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ലിങ്കിൽ കയറി നിങ്ങളുടെ ഫോട്ടോയും അതുപോലെ തന്നെ നിങ്ങളുടെ RCയുടെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും അപ്ലോഡ് ചെയ്യുകയും വേണം. കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ഫാസ്ടാഗ് വരുന്നതായിരിക്കും. ഇതല്ലാതെ നിങ്ങൾക്കൊരു PAYTM അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് PAYTM വഴിയും ഫാസ്ടാഗിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് രണ്ടും നിങ്ങൾക്കില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ടോൾ ബൂത്ത് എവിടെയാണോ ആ ടോൾ ബൂത്തിൽ പോയി നിങ്ങൾക്ക് നേരിട്ട് ഫാസ്ടാഗിന് അപ്ലൈ ചെയ്യാം. തീർത്തും ഓൺലൈനായി തന്നെ നിങ്ങൾക്ക് ഫാസ്ടാഗ് റീചാർജ് ചെയ്യാൻ സാധിക്കും. ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ അതുമല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് വഴിയോ ഫാസ്ടാഗ് റീചാർജ് ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മിനിമം 200 രൂപയെങ്കിലും ബാലൻസ് കാണിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഫാസ്ടാഗ് റീഡ് ആവുകയുള്ളൂ എന്നാണ് പറയുന്നത്. നിലവിൽ 420-ലധികം നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ഹൈവേസിലെ ടോൾ ബൂത്തുകളിലാണ് ഫാസ്ടാഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഒരിക്കൽ ഫാസ്ടാഗ് എടുത്തു കഴിഞ്ഞാൽ അതിന് 5 വർഷത്തെ വാലിഡിറ്റിയാണ് പറയുന്നത്. ഫാസ്ടാഗ് വഴി നമുക്ക് ചില ഓഫേഴ്സും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നാഷണൽ ടോൾ പേയ്മെൻറ്റ്സ് 2.5%, അതായത് 2.5% നമുക്ക് ടോൾ കിഴിവും അവർ പറയുന്നുണ്ട്. ഫാസ്ടാഗിൻ്റെ വെബ് പോർട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ലോഗിൻ ID കൂടി നമുക്ക് ലഭിക്കും. ഇതിൽ നിന്നും നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫാസ്ടാഗിനെ കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. താങ്ക് യു.